നമസ്കാരം, പെല്ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാലാട്ടൻ ഗപ്പി ഫാമിലെ വിശേഷങ്ങളാണ്. ബാലാട്ടൻ ഗപ്പി ഫാമിലുള്ളത് 25ഓളം വെറൈറ്റി ഗപ്പികളുടെ ബ്രീഡിങ്ങും പിന്നെ ഏഞ്ചലിൻ്റെ ബ്രീഡിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് സിജു എന്നാണ്. എസ് എൻ നഗർ, എടക്കുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ജില്ല. ഇവിടെ ഒരു ചെറിയ ഫാമും ഒരു ഷോപ്പും കൂടി നടത്തുന്നു. ഏതൊക്കെ ബ്രീഡാണ് ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് ഇവിടെ? ഇപ്പോൾ കൂടുതലായിട്ടും ഗപ്പീസാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഏഞ്ചൽ 3 വെറൈറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവർ ഓൺ ചെയ്തിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെയാണ്. അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. ഷോപ്പിൽ പിന്നെ മറ്റു മത്സ്യങ്ങൾ വേറെ അലങ്കാര മത്സ്യങ്ങൾ കൊടുക്കാൻ അലങ്കാര മത്സ്യങ്ങൾ എല്ലാ ടൈപ്പും ഒരുവിധം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന മീനുകളാണ്. മദ്രാസ്, കുളത്തൂർ അവിടെ നിന്നൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് ഇറക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത് എത്ര വെറൈറ്റി? ഒരു 25ഓളം വെറൈറ്റി ഉണ്ട്. 25ഓളം വെറൈറ്റികൾ ഉണ്ടല്ലേ? ഇപ്പോൾ ട്രെൻഡിങ് ആണെന്നുള്ള ഗപ്പിന് ട്രെൻഡ്. പിന്നെ ഏഞ്ചലും ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഏഞ്ചൽ, പ്ലാറ്റിനം വൈറ്റ്, ബ്ലൂ ടൈഗർ, മാർബിൾ 3 ഐറ്റം അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നിനായിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്റം തന്നെ പരിചയപ്പെടാല്ലേ? ബ്ലൂ ഈഗിൾ എന്ന് പറഞ്ഞ ഐറ്റാണ്. ബ്ലൂ ഈഗിൾ ഇത് ഇപ്പൊ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞുണ്ട്. ഇത് ഇവിടെ വിൽക്കുന്നത് പെയർ 120 രൂപയായിട്ടാണ്. 120 രൂപ. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടോ? ഇത് അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? ഇതിപ്പോ ഇവിടുന്ന് ചേട്ടൻ കൊറിയർ ചെയ്യണുണ്ടോ? ഇല്ല, കൊറിയർ ഇല്ല. ഇവിടെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടല്ലോ ഇവിടെ ഷോപ്പില്. അത്ര പ്യൂർ ബ്രീഡ് എന്ന് പറയാൻ പറ്റില്ല. മിക്സ് ഇല്ല. അതന്നെ കൂടുതൽ ഇങ്ങനെ ലൈനേജ് ഇറങ്ങി ഇങ്ങനെ ആയിട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല മൂവിങ് ഉള്ള ഐറ്റാണ്. ഇതിപ്പോ അത്യാവശ്യം കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ? അത് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഐറ്റം പരിചയപ്പെടാല്ലേ? ഇതേതായിട്ട് പർപ്പിൾ മൊസൈക്ക്. ബിഗ് ഇയർ. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത് ഇവിടെ? ഇത് 200 രൂപ വരും. 200 രൂപ അല്ലേ? ഇതിന്റെ കുറഞ്ഞ ടൈപ്പ് ഉണ്ട്. നല്ല അടിപൊളി നല്ല ഇയർ ഇറങ്ങുന്ന ടൈപ്പ്.
ഇതിപ്പോൾ അത്യാവശ്യം കൊടുക്കാനൊക്കെ ഇവിടെ? ഇല്ല, ഇതിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ ബ്രൂഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയി തുടങ്ങും കൊടുക്കാനായി. ഇത് പർപ്പിൾ മൊസൈക്കിൽ ഇപ്പോൾ ഇവിടെ എത്ര വെറൈറ്റി ഉണ്ട്? ഇവിടെ 2 വെറൈറ്റി. ഈഗിൾ എന്ന് പറഞ്ഞാൽ ഗപ്പിന് ഡംബോയർ തന്നെ, പക്ഷേ ഇതിൽ റെഡിഷ് കുറച്ച് കയറിയിട്ടുണ്ട്. ഫുഡിൻ്റെയാണ് വന്നത്. കുറച്ച് ഫുഡ് മാറ്റി കഴിഞ്ഞാൽ നല്ല ബ്ലൂ കളർ തന്നെ വരും. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് 200 രൂപ പെയറിന് വരും. ഇത് യെല്ലോ ടെക്സിഡോ എന്ന് പറഞ്ഞ ഐറ്റാണ്. ഇത് വളരെ ചീപ്പ് മീനാണ്. ഇവിടെ റീറ്റെയിൽ 50 രൂപ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കൊടുക്കാനൊക്കെ ഉണ്ടോ? അത് കുറച്ചുണ്ടാവും. ഇവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ? ഹോൾസെയിലായിട്ട് കൊടുത്തിരുന്നു, ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ മിനിമം എത്ര പീസ്? അങ്ങനെ 50 പീസ് അങ്ങനെ ആയിട്ട് കൊടുക്കാറ്. ഇത് ഐറ്റം ഇത് റെഡ് ഡ്രാഗൺ ആണ്. ഇത് റീറ്റെയിൽ ഒരു 200 രൂപ പെയർ വില വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിന് നല്ല ജൂനിയർ സൈസ് ആയി. ഇതിപ്പോൾ കൊടുക്കാനുണ്ടോ? അപ്പോൾ ഇത് കുറച്ച് പെയർ കൊടുക്കണ്ടോ? കൊടുക്കാണ്ടല്ലോ. ഇത് ബ്ലൂ പാണ്ട എന്ന് പറഞ്ഞ ഐറ്റാണ്. അത് ഗപ്പി നല്ല വലുപ്പം വരും. മെയില് വലുപ്പം കുറവായിരിക്കും. നല്ല ബ്ലൂ കളർ സിൽവറായിട്ട് നല്ല ഭംഗിയുള്ള ഗപ്പിയാണ്. വലുപ്പം കുറവായിരിക്കും. നല്ല തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഗപ്പിയാണ്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് 150 രൂപ പെയർ. 150 രൂപ. ബ്ലൂ പാണ്ടല്ലേ? ഇതിപ്പോൾ കൊടുക്കാനുണ്ടോ അവിടെ? ഇല്ല, അത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുക. ഐറ്റം ഇത് പ്ലാറ്റിനം റെഡ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല റെഡുള്ള ഗപ്പിയാണ്. ഇതൊക്കെ ആകുമ്പോൾ പെയർ 120 രൂപ 100 രൂപ ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ കൊടുക്കാനുള്ളതുണ്ടോ? ഇല്ല, ഇത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുക. ഒരു മാസം പിടിക്കും? ഒരു 2 മാസത്തിനുള്ളിൽ ആവും. ഇതിപ്പോൾ എത്ര റേറ്റ് ആയിട്ട് ഇപ്പോൾ കൊടുക്കാറ്? ഇത് 120 100 അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും റേഞ്ചിന്, വലുപ്പത്തിനനുസരിച്ച്. ഇതിന് തന്നെ കുറഞ്ഞ ടൈപ്പ് ഉണ്ട്, 60 ഒക്കെ ഉണ്ട്. അത് ഇത്ര കളർ ഉണ്ടാവില്ല. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളത്. ക്വാളിറ്റി ഉള്ളതിന് ആകുമ്പോൾ പൈസ മാറ്റം വരും. ഇത് ഫുൾ റെഡ്. റെഡ് അയ്യന്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് 200 രൂപ ജോഡി വില വരും. ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല, ആവണുള്ളൂ. ഇതിന്റെ ബ്രീഡിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇറങ്ങുന്നുണ്ട്. കുറച്ച് ഒരു ടൈമിൽ ഫുള്ള് ചത്തുപോയി, തണുപ്പ് കൂടിയിട്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ബ്രീഡിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇതിന് RTM കൊടുക്കണം മെയിനായിട്ട്. സാധാ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റിയും കിട്ടില്ല, കളറും കിട്ടില്ല. ലൈഫ് ഫുഡ് തന്നെ കൊടുക്കണം. ലൈഫ് ഫുഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബ്രീഡിങ് കേജ് ഇടുക സെപ്പറേറ്റ്. അപ്പോൾ കുട്ടികളെ കിട്ടും. തണുപ്പ് കുറച്ച് പ്രശ്നമാണ്. തണുപ്പ് പ്രശ്നമാണ്. ഇൻഡോർ ചെയ്യണം ഇതൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിനെ പറ്റും. സാമുറായി എന്ന് പറഞ്ഞ ഐറ്റാണ്. സാമുറായില്ലേ? ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് 150 റീറ്റെയിൽ വരുന്നുണ്ട്. 150 അല്ലേ? നല്ല ബ്ലൂ കളറാണ്, നല്ല ഗപ്പിയാണ്. റേറ്റ് പറഞ്ഞു. ഇതിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്? ഇപ്പോൾ ഇല്ല, ഇതൊക്കെ ആവണുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ കുറവാണല്ലോ കുറച്ച്. ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ പൊതുവെ ഇത്തിരി ബിസിനസ് കൂടുതലായിരുന്നു. അപ്പോൾ
ഒന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് പുതിയത് ഇറക്കാനുള്ള ഇതിലാണ്. ഓക്കെ ഓക്കെ. വൈറ്റ് ഇയർ സാൻഡിന് അത് നല്ല ക്വാളിറ്റി, നല്ല ഇയർ നല്ല വലുപ്പം വരും. ഇത് ജോഡി 300 രൂപയ്ക്ക് വരും. 300. ആ, സാന്റാക്ലോസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇയർ നല്ല വലുപ്പം വരും. ഇത് പെയറ് 300 രൂപ വരും. ഇതിപ്പോ പുതിയ സ്ട്രെയിൻ. പുതിയ സ്ട്രെയിനാണ്. ഇയർ കുറച്ച് കൂട്ടി ഇറങ്ങിക്കുന്നത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇവിടെ തന്നെ ഡെവലപ്പ് ഇത് വൈറ്റ് ടെക്സിഡോ, നല്ല ക്വാളിറ്റി വൈറ്റ് ടെക്സിഡാണ്. ഇതിവിടെ എത്ര റേറ്റിന് കൊടുക്കും? ഇത് ഇവിടെ 150 രൂപ ഉണ്ട്. ഇത്തിരി കൂടി ക്വാളിറ്റി കുറഞ്ഞതാകുമ്പോൾ 100 രൂപ പെയർ. അടിപൊളി ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയുടെ റെഡിഷ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വില കുറഞ്ഞു. ഇതിപ്പോൾ പുതിയ ലൈനേജ് ഇറക്കുന്നതാണ്. ഇതിപ്പോൾ കൊടുക്കാറായിട്ടില്ല. കുറഞ്ഞ ടൈപ്പ് ഉണ്ടാവും കൊടുക്കാൻ. കുറഞ്ഞ ടൈപ്പ് ഉണ്ട്. അതത്ര പ്യുവർ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് ബ്ലൂ ഈഗിൾ തന്നെ വേറെ ഒരു ഐറ്റം ബ്ലൂ ഈഗിളാണ്. ഇയർ കൂടി ടൈപ്പ് ബിഗ് ഇയർ ആണ്. ഇതിപ്പോ എത്ര റേറ്റ് പറഞ്ഞത്? ഇതിപ്പോ 150 രൂപ റേറ്റ്. ഇതിപ്പോ കൊടുക്കാനുണ്ട് നമ്മുടെ? ഇല്ല, അത് കൊടുക്കാനില്ല. ആവണോ? ഇതിപ്പോ നമ്മൾ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തത് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് സ്ക്വയറിൽ പണിതിട്ട് മുകളിൽ ഷീറ്റ് ഇട്ടേക്കണം. അത് ഓടാണ് ബേസ് വെച്ചേക്കുന്നത്. ഓട് സ്ക്വയറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 2 ലെയർ ഷീറ്റ് ഇടും. ഇത് കേബിൾ ഷീറ്റ് എന്ന് പറഞ്ഞ റേറ്റാണ്. ഇതിപ്പോ റേറ്റ് കുറവാണല്ലോ ഷീറ്റിന്? ഷീറ്റിന് കിലോയ്ക്ക് ഒരു 150 രൂപ റേറ്റ് വരും. ഇതിപ്പോ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ ചെലവാണ് ഏകദേശം ഒരു 1000 രൂപ അടുത്ത് ചെലവ് വരും. ഓടും ഓടെടുക്കാം. മറ്റോണം ഷീറ്റ് മാത്രമാണെങ്കിൽ ഒരു 150 രൂപ, ഒരു 200 രൂപ റേറ്റിൽ. ഇതിപ്പോ സിമെന്റ് ടാങ്കും ഈ ടാർപ്പായ വെച്ചും ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരു നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഇതിൽ മീനുകൾക്ക് നല്ല ഇതുണ്ട്. ഓടും ഈ ഷീറ്റും കൂടി വന്നപ്പോൾ പെട്ടെന്നുള്ള തണുപ്പും ചൂടും ഒക്കെ മീനുകൾക്ക് അധികം ഏൽക്കുന്നില്ല. ഷീറ്റ് ടാങ്ക് സിമെന്റ് ടാങ്കിന് തണുപ്പ് വരുമ്പോൾ പെട്ടെന്ന് മീനുകൾക്ക് ബാധിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു 6 മന്ത് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. കുഴപ്പമില്ല. ഇതിപ്പോ ടാങ്കില് നമ്മൾ ഇല ഇട്ടിട്ടുണ്ടല്ലേ? ഇത് ചെടികളാണ്. പിന്നെ ബ്രീഡിങ് കേജിൽ ഇട്ടിട്ടില്ല. വാഴല കുറച്ച് ഉണക്ക വാഴല കുറച്ച് ചീന്തിട്ടുണ്ട്. ഇൻഫോസൂരിയ എന്ന് പറഞ്ഞ സാധനം ഫോം ചെയ്യും. അത് ഗപ്പികൾക്ക് വളരെ നല്ലതാണ്. വാഴല ചെയ്യുമ്പോഴേ. ഇതിപ്പോ ഇതിന് മൊത്തം ഇപ്പൊ എത്ര വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇവിടെ ഒരു 25ഓളം വെറൈറ്റി ഉണ്ട്. കൊടുക്കാറായിട്ട് ഇല്ല. കൊടുക്കാറായ വല്ല വെറൈറ്റി? ഞാൻ പറഞ്ഞു 2-3 വെറൈറ്റികൾ ഇപ്പൊ സ്റ്റോക്കുള്ളൂ. ഇതിപ്പോ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്ന കാരണം ഇപ്പൊ കുറച്ച് 2 മാസം പിടിക്കൂലേ? ആയി വരുന്നുള്ളൂ. ഇതിപ്പോ പുതിയതായിട്ട് ഇട്ടതാണ് ഇത്ര ടാങ്ക് സെറ്റ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പഴയ ടാങ്കുകളും. ഓക്കെ. എത്ര വർഷമായി ഇപ്പൊ ഗപ്പീസിന്റെ മേഖലയിൽ? ഗപ്പീസിന്റെ മേഖലയിൽ ഒരു 5 വർഷമായി. 5 വർഷമല്ലേ? ഇതിപ്പോ എങ്ങനെയാ? 5 വർഷം. അതിലും മുന്നേ ചെറുപ്പത്തിലോട്ട് മീനുകളോട് ക്രൈസ് തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ പുറത്തായിരുന്നു. ഒരു 15 വർഷം പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഉള്ള സംരംഭമാണ് ഇത്. ഇപ്പോ ഈ മീനിന്റെ മേഖല തിരഞ്ഞെടുക്കാൻ അത് മീനോടുള്ള ഇഷ്ടമാണ് മെയിനായിട്ട്. ആദ്യം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫ്ലവർ ഓൺ ബ്രീഡിംഗ് ആണ്. അത് വിജയിച്ചു. പക്ഷേ അത് ബ്രീഡിംഗ് ഒക്കെ വിജയിച്ചു. അതിന് നമ്മുടെ കേരളത്തിൽ ആവശ്യക്കാർ ഇത്തിരി കുറവാണ്. നമ്മൾ സൈസാക്കി കൊടുക്കുമ്പോൾ അതിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഈ ചെറിയ സൈസിൽ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. ഞാൻ അപ്പോൾ അത് കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുക. അപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഫ്ലവർ ഓണൊക്കെ ഇവിടെ അവൈലബിൾ ആണ്? ഫ്ലവർ ഓൺ ഉണ്ട്, അരോണ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉള്ള അരോണ, സർട്ടിഫിക്കറ്റ് ചിപ്പുള്ള അരോണ ഒക്കെ. സർട്ടിഫിക്കറ്റ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിൻ്റെ ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പിന്നെ അതിലൊരു
ചിപ്പ് ഉണ്ടാവും ആ മീനിൻ്റെ മേത്ത്. അത് നമ്മൾ കാർഡ് റീഡർ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ജനിച്ച സമയം, വർഷം അതൊക്കെ അതിലുണ്ടാവും. ഇമ്പോർട്ടഡ് മീനുകളിലാണ് അത് വരുന്നത്. അത് ഈ ഡോഗ്സിനൊക്കെ ഉണ്ടാവില്ലേ സർട്ടിഫിക്കറ്റ്, ഫിഷിനും ഉണ്ട് അങ്ങനത്തെ അരോണയ്ക്ക്. അപ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ ബാക്കി മീനുകളെയും പരിചയപ്പെടാം. ഇതേതായിട്ട് പോലെ ഇത് റെഡ് ടെക്സിഡോ അല്ലേ? ഇതിപ്പോ റേറ്റ് എത്ര വരുന്നത്? ഇതിപ്പോ 100 രൂപ റീറ്റെയിൽ കൊടുക്കും. റീറ്റെയിൽ റേറ്റ് അതിന് സ്റ്റോക്ക് ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇത് പ്ലാറ്റിനം വൈറ്റ് പെയറാണ്. അതിപ്പോൾ മുട്ടിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് അടുത്ത മുട്ടയിടലിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മീനാണ്. ഇതിപ്പോ ഇതിനെ ബ്രീഡിങ്ങിനൊക്കെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പെയർ കിട്ടാനാണ് ഏഞ്ചലിൽ ബുദ്ധിമുട്ട്. നമ്മളൊരു 11 പീസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് നല്ല കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പെയർ തിരിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറി നിൽക്കും. അപ്പോൾ അതിനെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ഇതേപോലത്തെ ടബിൽ ടൈല് വെച്ച് കൊടുത്ത് മുട്ടയിടിക്കുകയും ചെയ്യുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ RTME കൊടുക്കണം. ഒരു 20 ദിവസത്തോളം RTME ഫീഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫുഡ് എടുക്കുള്ളൂ. പിന്നെ ടെട്രാബിറ്റ്സ് ആണ് കൊടുക്കുന്നത് ഏഞ്ചലിന്, പേരൻസിന്. ഇവിടെ ഒരു ടൈപ്പ് ഏഞ്ചലാണോ മാത്രം ബ്രീഡ്? 3 ടൈപ്പ് ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്. വേറെ അതിലുണ്ടല്ലോ. വേറെ ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞ ഐറ്റം. ബ്ലൂ ടൈഗറിലെ ഇതിപ്പോ ഏഞ്ചലും മുട്ടയിടുന്ന ടൈലിന് ടൈല് വെച്ച് കൊടുക്കണമെന്നുണ്ടല്ലോ. ടൈല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എഗ് ചെയ്യും. ഇതിപ്പോ എത്ര നാളാണ് ഒരു ബ്രീഡിംഗ് സൈസ് ആവണമെങ്കിൽ ഏഞ്ചല്? 1 വർഷം. 1 വർഷം വേണമല്ലോ. കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോ കൊടുക്കാനുണ്ടല്ലോ ഏഞ്ചലിന്? ഈ സൈസിലൊക്കെ കൊടുക്കും. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? 20 രൂപ. വലുപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇതിവിടെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോ കളർ അനുസരിച്ച് ഓരോ പേരാണോ അല്ലെങ്കിൽ കളർ അനുസരിച്ച്? എല്ലാത്തിനെയും 3 പേരിന്റെ കുട്ടികളുണ്ട്. അതൊരു മിച്ചിട്ട് വലുതാക്കുകയും ബ്രീഡിംഗ് പെയർ മാർബിളില്. ഇതിപ്പോ ബ്രീഡ് ആയതാണോ അല്ലെങ്കിൽ? ഇത് ബ്രീഡായി കുഞ്ഞുങ്ങള് ഇപ്പൊ 3 പേരും ബ്രീഡായി കഴിഞ്ഞതാണ്. ഓരോ സെറ്റ് ഇറങ്ങിയതിന്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നേരത്തെ കണ്ടത് അതിലും മുന്നത്തെ കുഞ്ഞുങ്ങൾ. ഇതിപ്പോ ലാസ്റ്റ് ഇറങ്ങി ഒരു 2 മാസം മുന്നത്തെ കുഞ്ഞുങ്ങളാണ്. നമുക്കിപ്പോ ഏഞ്ചലിന്റെ ഇപ്പൊ ഒരു ബ്രീഡിങ്ങിൽ തന്നെ എത്ര കുഞ്ഞുങ്ങൾ ഏകദേശം? 500 വരെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. 500 മുകളിൽ കിട്ടുന്നവരുണ്ട്. എനിക്ക് ഒരു 200 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. 200 കൂടുതൽ കെയർ ചെയ്യുകയാണെങ്കിൽ 500 വരെ കിട്ടൂല. ഇതിപ്പോ ഏതാണ്? പ്ലാറ്റിനം വൈറ്റ്. ഒരു 6 മാസം പ്രായമൊക്കെയുള്ള. 6 മാസം പ്രായം. ഇത് ഏതാ ഗപ്പി? അത് റെഡ് ചില്ലി എന്ന് പറഞ്ഞ ഐറ്റം. റെഡ് ചില്ലി അത് സ്നേക്ക് സ്കിന്നാണ്. 3 കളറിൽ ഇറങ്ങും ഗപ്പി. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇതിവിടെ 100 രൂപ. ഇതൊക്കെ കൊടുക്കാനുള്ള കൊടുക്കാണ്ട്. അത് ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞ ഏഞ്ചല്. എത്ര റേറ്റ് വരുന്നത്? ഇത് 100 രൂപ ജോഡിക്ക് കൊടുക്കുന്നു. ഇവിടെ കടയിൽ കൊടുക്കുന്നു. ചെറുതാണെങ്കിൽ 80 രൂപ. പിന്നെ അതിലും ചെറുത് 60 രൂപ ആ റേഞ്ചിൽ കൊടുക്കും. ഇതൊക്കെ പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന മീനുകളാണ്. പേര്? ഇത് ടൈഗർ. റേറ്റ് എത്ര? അത് 2 30 രൂപ. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ? ഫ്ലവർ ഓൺ. അത് അതിൻ്റെ കളർ ഫെയ്ഡായി എടുക്കണം. നല്ല കളറും ഹെഡുള്ള മീനാണ്. എന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നു. അതിൻ്റെ ഒരു മാറി തുടങ്ങി. ഇതിവിടെ തന്നെ ഇവിടെ തന്നെ ബ്രീഡായിട്ടുണ്ടായ കുട്ടി വലുതായത്. അത് ഇപ്പം ഇതിന് 2 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ ഫ്ലവർ ഓണിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ
ഇപ്പൊ ഇല്ല, കുറവാണ്. ഇവിടെ ഇപ്പൊ 2 ഫ്ലവറാണേ ഉള്ളൂ. ഗൗരിയമ്മി എന്ന് പറഞ്ഞ ഐറ്റാണ്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് ജോഡി 50 രൂപ കൊടുക്കണം. ജോഡി 50 രൂപ. അടുത്തത് കാർപ്പ്. റേറ്റ് എത്ര വരുന്നത്? ഇത് 50 രൂപ. 50 രൂപ. പെയറാണോ അല്ലെങ്കിൽ പെയർ 50 രൂപ. അത് ഷോർട്ട് ടൈലുണ്ട് പ്ലാറ്റിൻ്റെ. എത്ര റേറ്റ്? അത് 30 രൂപ. ഷോർട്ട് ടൈലാകുമ്പോൾ ഒരു 40 വലുപ്പത്തിനനുസരിച്ച് റേറ്റില്ലേ? ഇത് സാൻഡേരെ ഒരു ഐറ്റാണ്. ജോഡി 100 രൂപ റേറ്റ് കൊടുക്കും. 100. ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുള്ള? ഇതൊക്കെ കൊടുക്കണം. അത് അത്ര പ്യൂർ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബ്രൂഡിനെയൊക്കെ എടുക്കുമ്പോൾ അതിൽ ബാക്കി വരുന്നതാണ് കടയിലിടാം. ഇത് മിക്സഡ് ഗപ്പിന്. ഇതൊക്കെ ജോഡി 50 ആ റേറ്റിൽ കൊടുക്കും. നല്ല ക്വാളിറ്റിയുള്ള മിക്സഡ് ഗപ്പി. എല്ലാ ടൈപ്പ് ഉണ്ടാവും അതിൽ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഭംഗി മാത്രം മതി എന്നുള്ളത്. ഇത് മിക്സഡ് തന്നെയാണ്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് 80 രൂപ ഒക്കെ റേഞ്ചിലേക്ക് കൊടുക്കും. മിക്സഡ് ആയാലും ഇത്തിരി വലിയ വാലൊക്കെയുള്ള കാരണം പ്യൂർ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. നല്ല അടിപൊളി ക്വാളിറ്റി. ഗോൾഡ് ഫിഷ് ചെറിയത് ജോഡി 30 രൂപ റേഞ്ച് വരും. ജോഡി 30 രൂപ. ഇത് മോളി, ബലൂൺ മോളി ഉണ്ട്, സാധാ മോളി ഉണ്ട്. റേറ്റ് ഒക്കെ 30 രൂപ റേറ്റിൽ. ബ്ലാക്ക് ഷാർക്ക് 40 രൂപ ജോഡി. 40 രൂപ. ഫൈറ്ററിന്റെ ഫീമെയിലുകളാണ്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇതിപ്പോ 70 രൂപ. അത് എഗ്ഗായി നിൽക്കുന്ന ടൈപ്പാണ്. അത് ബ്രീഡിങ്ങിന് കറക്റ്റ് സൈസാണ്. അത് ഓവർ വലിപ്പില്ല, നല്ല എഗ്ഗായി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി ഫീമെയിലിന് ഇത്തിരി റേറ്റ് കൂടിയുണ്ട്. 50 രൂപ കൊടുത്തിരുന്നത്. ഇപ്പൊ ഈ റേറ്റ് ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിപ്പോ അതില് ഒറാൻഡ ഗോൾഡ് ഉണ്ട്, ബ്ലാക്ക് മോർ ഉണ്ട്, കാലിക്കോ ഗോൾഡ് ഉണ്ട്. റേറ്റ് ഒക്കെ സെപ്പറേറ്റ് ആണ്. റേറ്റ് ഒക്കെ സെപ്പറേറ്റ്. ഒറാൻഡ ഒക്കെ ആകുമ്പോൾ 200. പെയറാണോ അല്ലെങ്കിൽ പെയർ എല്ലാത്തിനും ഞാൻ പെയറിന്റെ റേറ്റ് പറയാം. ബ്ലാക്ക് മോർ 80. ചെറുതാണെങ്കിൽ അതിൽ പൈസ കുറയും, റേറ്റ് കുറയും. വൈറ്റ് ഷാർക്ക് 60 രൂപ ജോഡി. 60 രൂപ. വലുപ്പത്തിനനുസരിച്ച് പൈസ വ്യത്യാസം വരും. ടിൻ ഫോയിൽ ബാർബ്. ഇതെത്ര റേറ്റ്? അത് 50 രൂപ. 50 രൂപ. ഗപ്പീസ് അത് കുറച്ച് മിക്സ് ഗപ്പിന് പ്ലാറ്റിനം റെഡിന്റെ ഒരു ഇത് നമ്മൾ 50 രൂപയ്ക്കൊക്കെ കൊടുക്കും. 50 രൂപ. ഇത് 3 ടൈപ്പ് ഉണ്ട്. അതിൽ വിഡോ ടെറ്റർ ഉണ്ട്, ടൈഗർ ഉണ്ട്, സീബ്ര. മൂന്നായിട്ടുണ്ട്. പിന്നെ അത് ഗ്രാസ് ഗോൾഡ് റേറ്റ് കുറവാണ്, 50 രൂപ രണ്ടെണ്ണത്തിന്. മറ്റേത് ഇത് ഇത്തിരി വലിയ ടൈപ്പ് ഗോൾഡ്. ഇതൊരു 80 രൂപ 2 പീസിന്. അതിൽ കുറച്ച് കാർപ്പിന്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഇതൊരു ജർമ്മൻ റെഡ്. ഇത് എത്ര റേറ്റ്? അത് 40 രൂപ ജോഡി. 40 രൂപ. ഒരു ഫ്ലവർ ഓണാണ്, ഹെഡ് ഇല്ലാത്ത ടൈപ്പ്. ഫീമെയിലാണോ?
ഇത് മെയിലാണ്. മെയിലാണല്ലേ? ഇതിപ്പോ ഇവിടുത്തെ ബ്രീഡ് തന്നെയാണോ? ആ ഇവിടുത്തെ ബ്രീഡ് തന്നെ. ഇവിടെ തന്നെ ബ്രീഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ കൊടുക്കാണല്ലോ? ആ ഇത് കൊടുക്കാം. റേറ്റ് ഇതൊരു 2500 ഒക്കെ റേറ്റ് വരും. റേറ്റ് വരില്ലേ? ഇത് റേറ്റ് അതായത് 40 രൂപ. ഇത് ഇവിടെ ലോക്കൽ വന്ന മീനാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള മീൻ. പേൾ അരോണ. ആ ഇതിപ്പോ കൊടുക്കാനായിട്ടാണ്? ആ ഇത് കൊടുക്കാം. ഇത് ഒരു 20,000 രൂപ വരും. 20,000 റേറ്റ് ഉണ്ടല്ലോ. ഇതിന് സർട്ടിഫിക്കറ്റ് ചിപ്പ് ഇല്ല, ഇത് ഇല്ലാത്ത ടൈപ്പാണ്. വലിപ്പം ഉണ്ട്, അതിനാണ് പ്രൈസ് വ്യത്യാസം. ഇതിപ്പോ വേറെ 2 ഉണ്ടല്ലോ. ആ ഇത് RTV എന്ന് പറഞ്ഞ അരോണിന് ഫുൾ കളർ ആയിട്ടില്ല. റെഡ് ടൈൽ ഗോൾഡ്. ഇതിന് ബോഡി ഗോൾഡൻ കളറോ, ചിറകുകള് റെഡ് കളറോ. ഇത് സർട്ടിഫിക്കറ്റ് ചിപ്പ് ഉള്ള ഐറ്റാണ്. ഒരു 8 മാസം ആയി തോന്നുന്നു പ്രായം. അത് കുറച്ചും കൂടിയും ഇത് വരും, കളറ് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴാണ് അതിന്റെ ഫുൾ കളർ വരിക. ഇതിപ്പോ കൊടുക്കാനുള്ള? ആ അത് കൊടുക്കാം. ഇത് 25,000 വരും. ഇവിടെ പിന്നെ മീനിന്റെ ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഫുഡ് സാധനങ്ങളൊക്കെ എല്ലാം ചെറിയ തോതിലുണ്ട്. ഇല്ലാർവലുണ്ട്, പ്രിൻസ്വീൻ, ഫ്ലൈക്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോ ഗപ്പീസിനൊക്കെ ഫുഡ് നല്ലത്, ഏറ്റവും നല്ലത് ഞാനിവിടെ കൊടുക്കുന്നത് ആർട്ടിമിയം ഫ്ലൈക്സ്, ഓയിസൈര് കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രിൻസ്വീൻ കൊടുക്കുന്നുണ്ട്, ആർട്ടിമിയ എഗ് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫൈറ്ററുകൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫൈറ്ററുകളാണ്. എത്ര ഫൈറ്റർ? മെയിൽ ഫൈറ്റർ 120 ആയിട്ട് കൊടുക്കുന്നത്. 120. ആ ഇമ്പോർട്ടഡ് ഫൈറ്ററുകളാണ്. ഫൈറ്റർക്ക് ആവശ്യത്തിനുണ്ടല്ലോ കൊടുക്കാനായിട്ട്? ആ ഫൈറ്ററുകളുണ്ടോ? ക്രൗൺ ടൈൽ എന്ന് പറഞ്ഞ ഐറ്റം. ഇതിന് റേറ്റ് വ്യത്യാസമുണ്ട്? ഇല്ല 120. പിന്നെ ഇവിടെ എന്തൊക്കെ സർവീസ്? അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കണം? അക്വേറിയം ചെറിയ 2 അടി മുതൽ അക്വേറിയം സെറ്റിംഗ് ഉണ്ട്. ഓർഡർ പ്രകാരം ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ അക്വേറിയം ഇവിടെ ഉണ്ടാക്കുന്നത് അത് 6 അടി നീളം, 2.5 അടി ഹൈറ്റും 2 അടി വീതിയുള്ള അക്വേറിയമാണ്. ഇത് കബോർഡ് അടിയിലുണ്ട്, ഷൂറാക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കബോർഡായിട്ട് ഉപയോഗിക്കാം. ഇത് വാട്ടർ പ്രൂഫാണ്. ACP ഷീറ്റ് ഉള്ളിൽ ഇരുമ്പിൽ പണിതിട്ട് അലുമിനിയം വെച്ചിട്ട് കവർ ചെയ്തേക്കണം. ഇതിപ്പോ എത്ര റേറ്റ് ആവും? ഇതിപ്പോ ഒരു 30,000 താഴെ വരും. ഈ ഇത്ര വലിയ അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് ആണ്, 12 mm ചെയ്തിരുന്നു. ഈ ടോപ്പ് നമ്മൾ മേടിക്കുന്നത് സെപ്പറേറ്റ്. ഇത് ബാംബു പ്ലൈയുടെ ടോപ്പാണ്. ബാക്കിയൊക്കെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇതിപ്പോ പുതിയതായിട്ട് ഗപ്പി ബ്രീഡിങ്ങിലും ഏഞ്ചൽ ബ്രീഡിങ്ങിലും വരുന്നവരോടൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെ നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല ഫുഡുകൾ കൊടുക്കുക, ലൈഫ് ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, മഴ കൊള്ളാണ്ട് പരമാവധി നോക്കുക. പിന്നെ ഫുഡിലാണ് അതിന് മെയിൻ കാര്യം ഇരിക്കുന്നത്. ലൈഫ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും, പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വലുതാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ക്രോസ് ബ്രീഡ് ആവാണ്ട് നോക്കുക. പിന്നെ ഒരു 4 ബ്രീഡൊക്കെ കഴിയുമ്പോൾ ലൈനേജ് വേറെ മാറ്റി വിടുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങും. അങ്ങനെയുള്ള ഇതിപ്പോ ഗപ്പീസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഗപ്പിയാണ് തുടക്കം എടുക്കുന്നത് നല്ലത്? നമ്മൾ വലിയ സൈസുള്ള ഗപ്പി എടുക്കാൻ പാടില്ല,
ചെറിയ കുട്ടികൾ എടുത്തിട്ട് അതിനെ വലുതാക്കി എടുത്തിട്ട് ബ്രീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 4 ബ്രീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗപ്പിയുടെ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങും. പിന്നെ ചാവാനുള്ള ഇത് കൂടുതലായിരിക്കും. യങ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും അതിൻ്റെ നമ്മുടെ ബാലാട്ടൻ ഗപ്പി ഫാമിലി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കിഡിലും ബ്രീഡറുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ.